വിഘ്നേഷ് ബ്രോയുടെയും മീനൂട്ടിയുടെയും വീട്ടിൽ പൂരത്തിന് പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവെക്കുന്നത്. ചെന്നയുടനെ ജ്യൂസും ഉണ്ണിയപ്പവും എല്ലാം കഴിച്ചു. കൂർക്കയിട്ട് വരട്ടിയ ബീഫിനൊപ്പം വട്ടയപ്പവും ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് ക്യാമറ കണ്ട കൗതുകത്തിൽ വന്നതാണ് ഈ കുട്ടിക്കുറുമ്പൻ. മീനൂട്ടിയുടെ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള അവരുടെ പഴയ വീടാണ് കേട്ടോ ഇത്. വീടിനകം കാണാനുള്ള ക്യാമറാമാന്റെ എക്സൈറ്റ്മെന്റ് ആണ് ആ പാട്ടിലൂടെ കേട്ടത്. വീടിന് പുറത്തിറങ്ങിയപ്പോൾ മുറ്റത്തെ മാവിൽ നിറയെ മൂവാണ്ടൻ മാങ്ങ കായ്ച്ചു നിൽപ്പുണ്ടായിരുന്നു. ഒരു തോട്ടിയെടുത്ത് മീനൂട്ടി ഞങ്ങൾക്ക് മാങ്ങ പറിച്ചു തന്നു. ഒപ്പം അടുക്കളയിൽ നിന്നും ഇടികല്ലും ഉപ്പും മുളകുപൊടിയും ചെറിയുള്ളിയും എല്ലാം സംഘടിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് മാറി മാറിയുള്ള ഞങ്ങളുടെ ശക്തി പ്രയോഗത്തിനൊടുവിൽ ഉപ്പും എരിവുമൊക്കെയായി വായിൽ കപ്പലോടും വിധം രുചിയുള്ള മാങ്ങ മതിയാകുവോളം കഴിച്ചു. ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പൂരപ്പറമ്പിലേക്ക് പോയി. മീനൂട്ടിയുടെ വീട്ടിൽ നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു. നല്ല ഇളം കാറ്റ് വീശുന്ന അന്തരീക്ഷത്തിൽ കുറെ നേരം വർത്തമാനം പറഞ്ഞ് ആലിൻ ചുവട്ടിലിരുന്നു. തിരിച്ചെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങളായി. ഡിന്നർ സ്പെഷ്യലായി ചോറിനൊപ്പം ബീഫും ചിക്കനും ഫിഷും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വയറും മനസ്സും നിറയുവോളം ഫുഡൊക്കെ കഴിച്ച് കാവടിയും കണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്.